ഹായ് സ്റ്റുഡൻസ്, സയൻസ് ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ നമ്മൾ വന്നിരിക്കുന്നത് പോളിടെക്നിക്കിന്റെ ബിടെക് ലെറ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്താണ് ബിടെക് ലെറ്റ്? ഈ ബിടെക് ലെറ്റിന്റെ സിലബസ് എങ്ങനെ, പുതിയ സിലബസ് എങ്ങനെ, അതായത് എങ്ങനെ ബിടെക് ലെറ്റ് പഠിക്കാം, ആർക്കൊക്കെ ബിടെക് ലെറ്റിനെ അപേക്ഷിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പാർട്ടിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത്. നെക്സ്റ്റ് വീഡിയോയിൽ സിലബസ് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇൻക്ലൂഡ്. അപ്പം ഈ ഒരു സയൻസ് ടെക്കിന്റെ ഈ ഒരു ചാനൽ ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ഈ ഒരു ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബിടെക്കും അതുപോലെ പോളിടെക്നിക്കുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ ലഭ്യമാവുകയും ചെയ്യും. അപ്പം എന്താണ് ബിടെക് ലെറ്റ് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്ത് നോക്കുന്നത്. അപ്പം ലെറ്റ് 2025 എങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ട് ഇതിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പം ബിടെക് ലെറ്റ് എക്സാം എന്ത് എന്നുള്ള പലർക്കും അറിയാത്ത ഒരു കാര്യമാണ്. നമുക്ക് പോളിയിലേക്ക് നമ്മൾ രണ്ട് രീതിയിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. റെഗുലർ ആയിട്ടും പോളിടെക്നിക്കിൽ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. ലാറ്ററൽ എൻട്രി വഴി പോളിടെക്നിക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, അഡ്മിഷൻ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എങ്ങനെയൊക്കെയാണ് ഈ രണ്ട് രീതിയിൽ അഡ്മിഷൻ എന്ന് അറിയാം. അപ്പൊ നമ്മൾ 10ന്റെ റിസൾട്ട് കൊണ്ട് നമ്മൾ അഡ്മിഷൻ എടുത്തതായിരുന്നു എന്താണ്, റെഗുലർ അഡ്മിഷൻ എന്ന് പറയുന്നത്. +2 സയൻസ് സ്റ്റുഡൻസ് അഡ്മിഷൻ എടുത്തതായിരുന്നു ലാറ്ററൽ എൻട്രി എന്ന് പറയുന്ന പോളിടെക്നിക്കിലേക്ക് എടുത്ത അഡ്മിഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന ബിടെക്കിന് അഡ്മിഷൻ എടുക്കുന്ന പ്രോസസ്സാണ് ബിടെക് ലെറ്റ് എന്ന് പറയുന്നത്. അപ്പം ബിടെക് ലെറ്റ് 2025 എന്ന് പറയുന്നത് ഡിപ്ലോമ 3 വർഷം നമ്മൾ പഠിച്ചതിന് ശേഷം, അല്ലെങ്കിൽ 2 വർഷം നമ്മൾ പഠിച്ചതിന് ശേഷം നമ്മൾ നേരെ എന്ത് ചെയ്യുന്നുണ്ട്, ബിടെക്കിന്റെ സെക്കൻഡ് ഇയറിലേക്ക്, അല്ല എങ്കിൽ നമ്മൾ പോകുന്നത് 3rd സെമസ്റ്ററിലേക്ക് അഡ്മിഷൻ എടുക്കുന്നതിനെയാണ് ബിടെക് ലെറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇനി ആരും ഡൗട്ട് വിചാരിക്കില്ല എന്താണ് ഈ ബിടെക് ലെറ്റ് എന്നുള്ളതിനെ പറ്റി. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോളിടെക്നിക്ക് ഫൈനൽ ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, അല്ല എങ്കിൽ പോളിടെക്നിക് പാസ് ഔട്ടായ കുട്ടികള് ഡിപ്ലോമ വെച്ചുകൊണ്ട് നമ്മൾ എഞ്ചിനീയറിങ്ങിന് പോകുന്നതിനെയാണ് ബിടെക് ലെറ്റ് അഡ്മിഷൻ എന്ന് പറയുന്നത്. അപ്പൊ പല പാരന്റ്സിനും ഡൗട്ട് ഉണ്ട് എന്താണ് ബിടെക് ലെറ്റ് എന്നുള്ളതിനെ പറ്റി. അപ്പം ആ ഡൗട്ട് മാറി എന്ന് വിചാരിക്കുന്നു. പോളിടെക്നിക്കിലും 2 രീതിയിൽ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. 10ന്റെ റിസൾട്ട് വെച്ച് 1ാമത്തെ സെമസ്റ്റർ മുതൽ 1ാം വർഷം മുതൽ പഠിക്കുന്നതിന് നമുക്ക് പോളിടെക്നിക് റെഗുലർ അഡ്മിഷൻ എന്ന് പറയും. പോളിടെക്നിക്കില് +2 വെച്ച് നമ്മൾ +2 സയൻസ് പഠിച്ച വിദ്യാർത്ഥികൾ +2 വെച്ചുകൊണ്ട് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നതിന് പോളിയിലെ ലെറ്റ് അഡ്മിഷൻ എന്ന് പറയും. അതുപോലെ നമ്മൾ ബിടെക്കിന്റെ അഡ്മിഷൻ എടുക്കുന്നത് റെഗുലർ ആയിട്ട് എടുക്കാൻ പറ്റും, ലാറ്ററൽ എൻട്രി എടുക്കാൻ പറ്റും. +2 റിസൾട്ട് വെച്ചുകൊണ്ട് ബിടെക്കിലേക്ക് അഡ്മിഷൻ എടുക്കുന്നതിൽ റെഗുലർ എന്ന് പറയും. അതേപോലെ ഡിപ്ലോമ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, എഞ്ചിനീയറിങ്ങിന് പോകുന്നതിന് നമ്മൾ എന്ത് പറയുന്നുണ്ട്, ബിടെക് ലെറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ബിടെക് ലെറ്റ് എന്ന് പറയുന്നത് ഒരു എൻട്രൻസ് എക്സാം ത്രൂ ആണ് അഡ്മിഷൻ കൊടുക്കുന്നത്. അപ്പം ഓരോ കോളേജിലും 10% സീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, വേക്കന്റ് വരുന്നുണ്ട്. അതായത് ഒരു കോളേജിൽ ബിടെക്കിന് 60 സീറ്റ് ആയിരിക്കും ഉണ്ടാകുന്നത് ഒരു ഡിപ്പാർട്ട്മെന്റിൽ. ഉദാഹരണം CS-ന് 60 സീറ്റ് ഉണ്ട് എങ്കിൽ ലാറ്ററൽ എൻട്രി സ്റ്റുഡൻസിന് ഒരു 10% സീറ്റ് അവിടെ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ റിസർവ് ചെയ്ത 10% സീറ്റ് എന്ന് പറയുന്നത് 6 സീറ്റുകളാണ്. മനസ്സിലായോ? ഈ 6 സീറ്റുകളിലേക്ക് നിങ്ങൾക്ക് ലെറ്റ് അഡ്മിഷൻ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അവിടെ നിങ്ങൾക്ക് വേണ്ടത് മിനിമം ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത്. ഈ പ്രാവശ്യം മുതൽ, അല്ലെ 2023 ബിടെക് ലെറ്റ് അഡ്മിഷൻ മുതൽ നിങ്ങൾ മെക്കാനിക്കൽ പഠിച്ച കുട്ടിയായാലും, സിവിൽ പഠിച്ച കുട്ടിയായാലും, ഇലക്ട്രിക്കൽ പഠിച്ച കുട്ടിയായാലും, ഇലക്ട്രോണിക്സ് പഠിച്ച കുട്ടിയായാലും ശരി, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ലെറ്റ് എക്സാം എഴുതുന്ന, പോളി കഴിഞ്ഞ് ലെറ്റ് എക്സാം എഴുതുന്ന എല്ലാ കുട്ടികളോടും ചേർത്തുള്ള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി അതിൽ ഓരോ റാങ്കുകാർക്കും ഇഷ്ടമുള്ള ഡിപ്പാർട്ട്മെന്റും ഇഷ്ടമുള്ള കോളേജുകളും ചൂസ് ചെയ്യാനായിട്ട് പറ്റും. പറഞ്ഞു വന്നത്, കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച കുട്ടിക്ക് വേണമെങ്കിൽ മെക്കാനിക്കൽ പഠിക്കാം, ഇലക്ട്രിക്കലിലേക്ക് മാറണമെങ്കിൽ മാറാം, ഇലക്ട്രോണിക്സിലേക്ക് മാറണമെങ്കിൽ മാറാം, സിവിലിലേക്ക്, അങ്ങനെ ഏത് ഡിപ്പാർട്ട്മെന്റിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. അതാണ് ഈ ബിടെക് ലെറ്റ് 2025 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ച ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾക്ക് താല്പര്യമില്ല, പോളിയിൽ കിട്ടിയത് കൊണ്ട് തൽക്കാലം ഞാൻ എടുത്തു പഠിച്ചു
എനിക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് പോകാനാണ് താല്പര്യം, ഞാൻ ഇലക്ട്രോണിക്സ് പഠിച്ചു, എനിക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കിട്ടിയാൽ കൊള്ളാം. നിങ്ങളുടെ ലെറ്റ് നന്നായിട്ട് എഴുതി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് പോവാം. മെക്കാനിക്കലൊക്കെ പഠിച്ചതിനെ കൊണ്ട് ആ ഒരു ഫീൽഡിൽ ജോലി ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കൊന്ന് സിവിലിലേക്ക് പോയാൽ കൊള്ളാമെന്നുണ്ട്. നിങ്ങൾക്ക് പോളിടെക്നിക്കലി ലാറ്ററൽ എൻട്രി വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? എഞ്ചിനീയറിംഗിന് കയറി, ലാറ്ററൽ എൻട്രി ത്രൂ എഞ്ചിനീയറിംഗിന് കയറി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ അതാണ് ഈ ലെറ്റ് എക്സാമിന്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. ഇനി എന്തിനാ നമ്മൾ ലെറ്റ് എക്സാം എഴുതുന്നത്? കേരളത്തിലെ ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജുകൾ, അതായത് CET മുതൽ അതുപോലെ തന്നെ എയ്ഡഡ് ആയാലും ഏത് ഓട്ടോണമസ് കോളേജസ് ഉൾപ്പെടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലെറ്റിന് അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ലെറ്റ് അഡ്മിഷൻ എടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാനായിട്ടും നല്ല പ്ലേസ്മെന്റ് കിട്ടും. പോളി ബിടെക്, ഞാനും പോളിടെക്നിക്ക് കഴിഞ്ഞു, ബിടെക് കഴിഞ്ഞു, എംടെക് എടുത്തു. എന്നിട്ട് 5 വർഷത്തോളം പോളിടെക്നിക്കിൽ വർക്ക് ചെയ്തു. ഇപ്പൊ നിലവിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ വർക്ക് ചെയ്യുക. അപ്പം പോളി ലാറ്ററൽ എൻട്രി വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഞ്ചിനീയറിംഗിന് കയറി അത് നല്ല രീതിയിലുള്ള പ്ലേസ്മെന്റ് കിട്ടാനായിട്ട് പറ്റും. അപ്പോൾ ആരൊക്കെയാണ് ബിടെക് ലെറ്റിന് വേണ്ടി നോക്കേണ്ടത് എന്നുള്ളതാ ഇനി അടുത്ത പറയാനായിട്ട് പോകുന്നത്. അപ്പം എല്ലാവർക്കും ബിടെക് ലെറ്റ് പറ്റുമോ? മിനിമം ഒരു CGPA ഒരു 7 ഒക്കെ ഉള്ള കുട്ടികൾ, 6.5 എബോ മാർക്കുള്ള കുട്ടികൾക്ക് എല്ലാവരും എന്ത് ചെയ്യുക? നിങ്ങളുടെ ബിടെക്കിന്റെ ലാറ്ററൽ എൻട്രി എക്സാം നിങ്ങൾ എഴുതാനായിട്ട് നോക്കുക. ഈ ബിടെക്കിന്റെ ലാറ്ററൽ എൻട്രി എക്സാം എഴുതി കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറയുന്നതാ ഇനി അടുത്ത് നമ്മൾ പറയുന്നത്. ആർക്കൊക്കെ എഴുതാൻ പറ്റും അല്ലെ? അതായത് ഫൈനൽ ഇയർ പഠിക്കുന്ന, അതായത് സെമസ്റ്റർ 6 പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ പാസ് ഔട്ട് സ്റ്റുഡൻസിനും നമുക്ക് ഈ ഒരു എക്സാം എഴുതാനായിട്ട് പറ്റും. അപ്പം സെമസ്റ്റർ 6 പഠിക്കുന്ന കുട്ടിക്ക് ഒരു ഡൗട്ട്, സാറേ എനിക്ക് സപ്ലി ഉണ്ട് S5 ഉണ്ടാകുന്ന സപ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? S6 എഴുതാൻ ഒരു ചാൻസ് ഉണ്ടാവും. അപ്പം നമ്മൾ ഡിപ്ലോമയ്ക്ക് കയറുന്നതിന് മുന്നേ നമ്മൾ ഈ സബ്ജക്റ്റുകളെല്ലാം പാസ്സായാൽ മാത്രം മതി. അല്ലെങ്കിൽ പാസ് ഔട്ടായ കുട്ടികൾക്ക് ഈ ഒരു സബ്ജക്റ്റ് എല്ലാം കിട്ടിയിട്ടുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് സബ്ജക്റ്റ് എല്ലാം എന്ത് ചെയ്തിരിക്കണം? ഓൾ പാസ് ആകണം. ഓൾ പാസ് ആയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അഡ്മിഷൻ നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് റാങ്കിൽ എത്ര വന്നാലും ശരി തന്നെ നമുക്ക് എന്ത് കിട്ടത്തില്ല? അഡ്മിഷൻ കിട്ടത്തില്ല. അത് പ്രത്യേകം നമ്മൾ നോക്കണം. ഇൻ കേസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്ട് ഫെയിലിയർ ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സയൻസ് ടെക്കിന്റെ ക്ലാസ്സുകളുണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ക്ലാസ് വെച്ച് നിങ്ങൾക്ക് പഠിച്ച് ആ പേപ്പർ പാസ്സായി നമുക്ക് ലെറ്റ് കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ലെറ്റ് കോച്ചിങ്ങിനെ പറ്റി ജസ്റ്റ് ഒരു ഐഡിയ കിട്ടി, എങ്ങനെ ആർക്കൊക്കെ അഡ്മിഷൻ എടുക്കാം അല്ലെങ്കിൽ ആരൊക്കെ പഠിക്കണം എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ കിട്ടി. ഇനി നമ്മൾ അടുത്ത മനസ്സിലാക്കേണ്ടത് ഇത് എങ്ങനെ പഠിക്കാം, ഇതൊരു കോമ്പറ്റീഷൻ ഉണ്ടോ? ഏകദേശം കഴിഞ്ഞ വർഷവും 4500 കുട്ടികൾ മാത്രമാണ് ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നത്. ആപ്ലിക്കൻസ് എന്ന് പറയുന്നത് 4500 ആയിരുന്നു. ഈ 4500 ആപ്ലിക്കേഷൻ വരുമ്പോഴേക്കും അതിൽ ഒരു 10-50 പേര് പരീക്ഷ എഴുതാതെ വരും. ബാക്കി എല്ലാ കുട്ടികളും പരീക്ഷ എഴുതുകയും ഓൾമോസ്റ്റ് ഗവൺമെന്റ് കോളേജുകളിലായിട്ട് നമുക്ക് വേക്കന്റ് വരുന്ന സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു 1200 മുതൽ 1500 സീറ്റ് വരെ എന്ത് ചെയ്യുന്നുണ്ട്? വേക്കന്റ് വരുന്നുണ്ട്. അപ്പം വേറൊരു കാര്യം മനസ്സിലാക്കേണ്ട, കേരളത്തിൽ ഗവൺമെന്റ് കോളേജാണ് നിങ്ങൾ നോക്കുന്നത്. കേരളത്തിൽ 9 ഗവൺമെന്റ് കോളേജുകളും 3 എയ്ഡഡ് കോളേജുകളുമാണ് എന്ത് ചെയ്യുന്നത്? കേരളത്തിൽ ഉള്ളത്. അതോടൊപ്പം തന്നെ ടോപ്പ് ആയിട്ടുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും നിങ്ങൾക്ക് മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. നിലവിൽ ഇ ഗ്രാന്റ് കിട്ടുന്ന കുട്ടികളുണ്ട്. അപ്പോൾ പോളിക്ക് ഇ ഗ്രാന്റ് കിട്ടുന്ന പോലെ തന്നെ നിങ്ങൾ ബിടെക്കിന് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിടെക്കിനും ഇ ഗ്രാന്റ്സ് കിട്ടും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു റിസർവേഷൻ ഉള്ള SC ST OBC H കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ഫീസ് ഒന്നും തന്നെ കൊടുക്കേണ്ടി വരത്തില്ല. അതോടൊപ്പം തന്നെ OEC വരുന്നവരുണ്ട്, OEC വരും. അപ്പം OEC വരുന്നത് കുട്ടികൾ, അതുപോലെ തന്നെ OBCയിൽ ചില കാറ്റഗറി വരുന്നുണ്ട്, അവർക്കൊക്കെ ഇ ഗ്രാന്റിന് അർഹത ഉണ്ട്. അവരും എന്ത് ചെയ്യാൻ പറ്റും? ലെറ്റിന് അപേക്ഷിച്ചാൽ ഫീസ് ഒന്നും കൊടുക്കാതെ ഫ്രീ ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. പിന്നെ ഇ ഗ്രാന്റ്സ് നിങ്ങൾ കുറെ കുട്ടികൾക്ക് പോളിക്ക് ഇ ഗ്രാന്റ്സ് കിട്ടുന്നു. അവര് ലെറ്റ് അപേക്ഷിക്കുന്ന സമയത്ത് ഇ ഗ്രാന്റ്സ് ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് ലെറ്റിന് അപേക്ഷിച്ചു കഴിഞ്ഞാൽ 3rd സെമസ്റ്ററിൽ കയറുമ്പോൾ ഫീസ് അടയ്ക്കണം. പിന്നെ അങ്ങോട്ടുള്ള എക്സാം ഫീസോ യൂണിവേഴ്സിറ്റി ഫീസോ ഒന്നും തന്നെ അടയ്ക്കേണ്ടി വരത്തില്ല. സപ്ലി ഫീസുകൾ മാത്രം ഇൻ കേസ് വരുന്നെങ്കിൽ അടയ്ക്കേണ്ടി വരും. അപ്പം ആ ഒരു ഗുണവും ഈ ബിടെക് ലെറ്റ് എക്സാം എഴുതി കഴിഞ്ഞാലുള്ള ഉപയോഗമുണ്ട്. നല്ല റാങ്കുള്ള കുട്ടികൾക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ ഫീ റിഡക്ഷനോടുകൂടി നല്ല ഫീസ് കുറച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിപ്പാർട്ട്മെന്റ് പഠിക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പം വളരെ
കോമ്പറ്റീഷൻ കുറഞ്ഞൊരു എക്സാമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികളും എന്ത് ചെയ്യുന്നു, പാസ്സായതിനു ശേഷം ബിടെക് ലെറ്റിന് ജോയിൻ ചെയ്താലോ എന്ന് ആലോചിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ആ ഒരു അവസ്ഥ നിങ്ങൾ വരേണ്ട കാര്യമില്ല. അപ്പൊ നമുക്ക് സയൻസ് ടെക്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസ്സസ് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ബിടെക് ലെറ്റ് കുസാറ്റും ഉണ്ട്, KTU ഉണ്ട്. അപ്പൊ എന്താണ് കുസാറ്റ് ലെറ്റ്, എന്താണ് KTU ലെറ്റ് എന്നുള്ളതിനെ പറ്റി നമുക്കൊന്ന് നോക്കാം. എന്താണ് KTU കുസാറ്റും തമ്മിൽ ലെറ്റിന്റെ വ്യത്യാസം പറഞ്ഞു തരാം. ആ വ്യത്യാസം കൂടെ മനസ്സിലാക്കിയിട്ട് നമുക്ക് നോക്കാം. കുസാറ്റ് എന്ന് പറയുന്നത് ഏകദേശം വരുന്നത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയാണ് ഈ കുസാറ്റ് എന്ന് പറയുന്നത്. ഈ KTUവിൽ നമുക്ക് വരുന്നത് ഏകദേശം KTUവിന്റെ കോളേജ് ഏകദേശം 160 കോളേജ് ഉണ്ട്. കുസാറ്റില് 2 കോളേജേ ഉള്ളൂ. 2 കോളേജ് എന്ന് പറയുന്നത് കുട്ടനാട് ക്യാമ്പസും അതോടൊപ്പം തന്നെ കളമശ്ശേരിയിലെ മെയിൻ ക്യാമ്പസുമാണ് നമ്മുടെ കുസാറ്റിന്റെ കീഴിൽ വരുന്നത്. ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞു 9 ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജും 3 എയ്ഡഡ് കോളേജും ബാക്കിയുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജുകളെല്ലാം തന്നെ വരുന്നത് KTUവിന്റെ അണ്ടറിലായിരിക്കും വരുന്നത്. അപ്പോൾ 2 യൂണിവേഴ്സിറ്റി ആയിരിക്കും, കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയും കുസാറ്റ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജസുകളാണ് എന്ത് ചെയ്യുന്നത്, ബിടെക് ലെറ്റിന് വരുന്ന അഡ്മിഷൻ. ഓക്കെ, അപ്പൊ 2 ലെറ്റ് എക്സാമുകളാണ് നമുക്കുള്ളത്. ഒന്ന് കുസാറ്റിന്റെ എക്സാം ആണെങ്കിൽ നേരത്തെ നടക്കും, ഏപ്രിൽ മെയ് മാസങ്ങളിലായിരിക്കും കുസാറ്റിന്റെ എക്സാം നടക്കുന്നത്. KTUവിന്റെ എക്സാം നടക്കുന്നത് മെയ് മാസത്തിലായിരിക്കും. അതായത് നമ്മുടെ പോളിയുടെ എക്സാം ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നടക്കുന്നത്. അപ്പം നമ്മളെ പോളിയുടെ റിസൾട്ട് വരുന്നതിനോടൊപ്പം തന്നെ ബിടെക് ലെറ്റിന്റെ റിസൾട്ട് വരികയും ചെയ്യും. പോളി എക്സാം കഴിഞ്ഞ ഒരു 10 ദിവസത്തിനകം തന്നെ എന്ത് ചെയ്യും, KTUവിന്റെ എക്സാം ബിടെക് ലെറ്റ് എക്സാം നടക്കും. അപ്പൊ നമ്മൾ പോളി കഴിഞ്ഞിട്ട് പഠിക്കാമെന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് വേണ്ട. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്ത് കിട്ടത്തില്ല, നിങ്ങൾക്ക് ഒരു റിസൾട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നല്ലതുപോലെ പഠിച്ച് നമ്മൾ ഏകദേശം 1000-ഓളം കുട്ടികൾ നമ്മുടെ ഈ ഒരു 4 വർഷം, ഇതിപ്പോ 5ാമത്തെ ബാച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റൺ ചെയ്യുന്നത്. അപ്പം ഈ 3-4 വർഷം കൊണ്ട് ഏകദേശം 1000-ഓളം കുട്ടികളെ എഞ്ചിനീയറിംഗ് കോളേജിൽ നമുക്ക് പഠിക്കാനായിട്ട് സയൻസ് ടെക് ത്രൂ പറ്റും. കേരളത്തിൽ ഫസ്റ്റ് ബിടെക്കിന്റെ ലെറ്റ് കോച്ചിങ് ഓൺലൈനായിട്ട് തുടങ്ങുന്നത് സയൻസ് ടെക് എന്ന് പറയുന്ന ലേണിംഗ് ആപ്പിലൂടെ. ഈ സയൻസ് ടെക് ലേണിംഗ് ആപ്പിന് വേറൊരു പ്രത്യേകതയുണ്ട്, പോളിയുടെ ഫസ്റ്റ് ലേണിംഗ് ആപ്പ് കൂടെയായിരുന്നു. ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ സയൻസ് ടെക് എന്ന് പറയുന്നത്. ഞാൻ പോളിടെക്നിക്ക് പഠിച്ചു, അപ്പോഴേ അറിയാമായിരുന്നു കുറച്ച് കുട്ടികൾ പഠിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് മാത്രം പഠിക്കണം എന്ന ആഗ്രഹമുള്ള കുറേ കുട്ടികളുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോളിടെക്നിക്കിൽ പഠിപ്പിക്കാൻ കയറിയ സമയത്ത് സ്റ്റാർട്ട് ചെയ്തായിരുന്നു നമ്മുടെ പോളിടെക്നിക്കിന്റെ സയൻസ് ടെക് എന്ന് പറയുന്ന ലേണിംഗ് ആപ്പ്. ഒരു വർഷം ഏകദേശം 1000-ഓളം കുട്ടികൾ പല ഡിപ്പാർട്ട്മെന്റിലെ സബ്ജക്റ്റുകൾ പഠിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ലെറ്റ് കോച്ചിങ്ങും പഠിക്കുന്നുണ്ട്. കഴിഞ്ഞ ബാച്ചിൽ ഏകദേശം 400-ഓളം കുട്ടികൾ പഠിച്ചു. അതിൽ 250-300-ഓളം കുട്ടികൾ ഗവൺമെന്റ് കോളേജ്, അവർ ആഗ്രഹിച്ച കോളേജസ് എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. കുസാറ്റ് ഉൾപ്പെടെ KTU ഉൾപ്പെടെ ഒരു മികച്ച കോളേജസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ ജസ്റ്റ് നമ്മളെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നമ്മുടെ സയൻസ് ടെക്കിന് ഇൻസ്റ്റാ പേജ് നോക്കിക്കഴിഞ്ഞാൽ സയൻസ് ടെക്കിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങളൊരു ഗവൺമെന്റ് കോളേജ് അല്ലെങ്കിൽ ടോപ്പ് കോളേജാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു കോച്ചിങ് നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ലൈവ് ക്ലാസ് ഉണ്ട്. അതായത് വീക്കിലി 3 ലൈവ് ക്ലാസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 3 ലൈവ്, ഒരു വീക്കിൽ നമുക്ക് 4 ക്ലാസ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ വീക്കിലി 4 ലൈവ് ക്ലാസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തിങ്കൾ ബുധൻ വെള്ളി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 to 9 നമ്മുടെ എന്ത് ചെയ്യുന്ന ലൈവ് ക്ലാസ് വരുന്നത്. ഓരോ സബ്ജക്റ്റിന്റെയും ക്ലാസ് വരുന്നുണ്ട്. അങ്ങനെ ഒരു മാസം നിങ്ങൾക്ക് 16 ക്ലാസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ 2 ക്ലാസ് ടെസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. അപ്പോൾ 8 സബ്ജക്റ്റ് ആണ് ബിടെക് ലെറ്റ് നമുക്ക് പഠിക്കേണ്ടി വരുന്നത്. ഏതൊക്കെ സബ്ജക്റ്റ് എന്നുള്ളതിനെ പറ്റി നമ്മൾ അടുത്തൊരു വീഡിയോ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ എന്താണ് ബിടെക് ലെറ്റ് എന്നുള്ളതിനെ പറ്റി ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിച്ചത്. ആർക്കൊക്കെ എക്സാം എഴുതാൻ, സപ്ലി ഉള്ളവർക്ക് എഴുതാൻ പറ്റുമോ, എങ്ങനെ അപ്ലൈ ചെയ്യാം, ഈ എക്സാം ടഫ് ആണോ, എത്രത്തോളം പേര് പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യും, ആർക്കൊക്കെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു റെക്കോർഡഡ് സെക്ഷൻ, എൻറ്റയർ സിലബസിന്റെ, അതായത് ലെറ്റിന്റെ എൻറ്റയർ സിലബസിന്റെ റെക്കോർഡഡ് സെക്ഷൻ ടോപ്പിക് വൈസ് ക്ലാസ് നമ്മുടെ സയൻസ് ടെക്കിന്റെ ലേണിംഗ് ആപ്പിൽ അവൈലബിൾ ആണ്. വെബ്സൈറ്റ് ത്രൂവും അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറോ ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകൾ നമ്മൾ സയൻസ് ടെക്കിന്റെ ലേണിംഗ് ആപ്പ് അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ പോളി ടു ബിടെക് എന്ന് പറയുന്ന ഒരു സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പോളി ടു ബിടെക് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്. പോളി ടു ബിടെക് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ബാങ്കിൽ 2200-ഓളം ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സബ്ജക്റ്റിന് മാറ്റം വന്നിട്ടുണ്ട്. അതിന് പകരം ഇൻട്രൊഡക്ഷൻ ടു പൈത്തൺ ആണ്. അതിന്റെ ഡിജിറ്റൽ വേർഷൻ നമ്മുടെ സയൻസ് ടെക്കിന്റെ ആപ്പിൽ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ
മോക്ക് ടെസ്റ്റുകൾ ഏകദേശം 3000-ഓളം മോക്ക് ടെസ്റ്റാണ് നിങ്ങൾ എക്സാമിന് മുന്നേ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുകയും പഠിക്കുകയും ചെയ്യും. ഈ പോളി ടു ബിടെക്കിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ് ഉണ്ട്. അപ്പൊ എന്താണ് പോളി ടു ബിടെക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ? 2200-ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 2200-ഓളം ക്വസ്റ്റ്യൻസ് എങ്ങനെ കിട്ടി എന്നുള്ളതിനെ പറ്റി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യന് 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ആ ഓപ്ഷൻസിന്റെ ഫാക്ടുകൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ മെന്റൽ സപ്പോർട്ട് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ബാച്ചിൽ ആഡ് ചെയ്യുകയും ടെക്നിക്കൽ സപ്പോർട്ട് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നതിൽ എന്തെങ്കിലും ഇത് വരികയോ എന്തെങ്കിലും ഇന്ററപ്റ്റ് വരുന്നത് അപ്പോൾ സപ്പോർട്ട് ചെയ്യും. അതുപോലെ നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്നറിയാൻ സ്റ്റഡി ടൈം ടേബിൾ വരികയും നിങ്ങൾക്ക് 2 മെന്റേഴ്സ് നിങ്ങളുടെ ബാച്ചിനുണ്ടായിരിക്കും. അപ്പം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മൾ 2 രീതിയിലാണ് നമ്മളിപ്പോൾ പോളിടെക്നിക്ക് പഠിക്കുന്നത്. ഏതൊക്കെ രീതിയിലാണെന്ന് അറിയാമല്ലോ. ഒന്ന് നോർമൽ പാത്ത് വേയും അതോടൊപ്പം തന്നെ ഇന്റൻഷൻ പാത്ത് വേയും. ഇപ്പൊ 2 പാത്ത് വേയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോളിടെക്നിക്ക് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് നോർമൽ പാത്ത് വേ, 2 പറയുന്നത് ഇന്റേൺഷിപ്പ് പാത്ത് വേ. അപ്പൊ നോർമൽ പാത്ത് വേ എന്ന് പറഞ്ഞാൽ നമ്മൾ കോളേജിൽ പോയി സെമസ്റ്റർ 6 നമ്മൾ പഠിക്കുന്നത് നോർമൽ പാത്ത് വേ. ഇന്റേൺഷിപ്പിന് നമ്മൾ ഒരു സ്ഥലത്ത് പോയി പഠിക്കുന്നത് അത് ഇന്റേൺഷിപ്പ് പാത്ത് വേ എന്ന് പറയും. അപ്പം ഇന്റേൺഷിപ്പ് പാത്ത് വേക്കാർക്ക് ലെറ്റ് പഠിക്കുക. നിങ്ങൾ ഉറപ്പായിട്ടും ആരാണ് ലെറ്റിന് പഠിക്കേണ്ടത് എന്നുള്ളത് ചോദിച്ചാൽ ഫൈനൽ ഇയർ പഠിക്കുന്ന എല്ലാ കുട്ടികളും ലെറ്റ് പഠിക്കണം. നിങ്ങൾക്ക് നല്ലൊരു കോളേജിൽ, ഗവൺമെന്റ് കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ കിട്ടുന്നുവെങ്കിൽ ബിടെക്കിന് പോവുക. അല്ല നമ്മൾ വിചാരിച്ച കോളേജ് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കിട്ടിയ ഇന്റേൺഷിപ്പിനോ അല്ലെങ്കിൽ പ്ലേസ്മെന്റോ നോക്കുക. പിറ്റേ വർഷം നിങ്ങൾ ലെറ്റ് എക്സാം എഴുതി ബിടെക് ചെയ്യണം. നിങ്ങളെ കരിയറിൽ അക്കാഡമിക് മികവായിട്ടുള്ള 6.5 എബോ GPA ഉള്ള എല്ലാ കുട്ടികളും, അപ്പോൾ പിന്നെ 8ന്റെ കാര്യം പറയണ്ടല്ലോ, 9ന്റെ കാര്യം ഒട്ടും പറയേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ഉറപ്പായിട്ട് ബിടെക് നോക്കിയിരിക്കണം. 6.5-ന് താഴെ ഉള്ള കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണ് എങ്കിൽ നിങ്ങൾക്ക് ബിടെക്കിന് പോവാം. അല്ല പോളി എങ്ങനെയെങ്കിലൊക്കെയാണ് ഞാൻ പാസ്സായത് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അല്ലാണ്ട് ഒരു ഡിഗ്രി എടുക്കാം. ഡിഗ്രി നമുക്കൊരു ക്വാളിഫിക്കേഷൻ നമ്മൾ ബിടെക് എടുക്കും, പോളി എടുക്കുമ്പോൾ കിട്ടത്തില്ല. അപ്പം ഈ ഒരു കാറ്റഗറി ആയിരിക്കണം. എല്ലാവരും ലെറ്റ് എടുക്കണം എന്ന് പറയത്തില്ല, പക്ഷെ നമുക്കൊരു കാറ്റഗറി ഉണ്ട്, നിങ്ങളൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. ആ പൊട്ടൻഷ്യൽ അനുസരിച്ച് തന്നെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യാനുള്ളത്, ബിടെക്കിന് പോകേണ്ടതും പോളിടെക്നിക്കും. അപ്പോൾ ഉറപ്പായിട്ട് അപ്പോൾ ബിടെക്കിനെ പറ്റി അല്ലെങ്കിൽ ലെറ്റിനെ പറ്റി ചിന്തിക്കുന്ന എല്ലാ പോളിടെക്നിക് കുട്ടികൾക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളാണ് ഫസ്റ്റ് ടൈം കാണുന്നത്. അപ്പോൾ വളരെ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ബിടെക് ലെറ്റുമായി ബന്ധപ്പെട്ട കുറേ അധികം കാര്യങ്ങൾ നമ്മൾ സിലബസിനെ പഠിക്കും, എങ്ങനെ പഠിക്കാൻ പറ്റും എന്നുള്ളതിനൊക്കെ പറ്റി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പം കൃത്യമായിട്ട് ലെറ്റ് ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു മാർക്ക് സ്കോർ ചെയ്ത് നല്ല ഗവൺമെന്റ് കോളേജിൽ പഠിക്കാനായിട്ട് പറ്റും. പിന്നെ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്, നിങ്ങൾക്ക് സയൻസ് ടെക്കിന്റെ തന്നെ സ്കോളർഷിപ്പോട് കൂടി ലെറ്റ് പഠിക്കാനായിട്ട് പറ്റും. ഒരു 75% സ്കോളർഷിപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കിട്ടും. അതായത് നിങ്ങൾക്ക് 9.5 എബോ ഉള്ള CGP ഉള്ള കുട്ടിക്ക് 9.5 ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, 75% ഫീ റിഡക്ഷൻ അവിടെ ഉണ്ടാവും. നമുക്ക് 5000 രൂപ കോഴ്സ് ഫീ വരുന്നത്. അല്ല നിങ്ങൾക്ക് 9 അല്ലെ 8.5 ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലുള്ള സ്കോളർഷിപ്പുകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഉറപ്പായിട്ട് മാർക്കുള്ള കുട്ടികൾ നമ്മൾ സയൻസ് ടെക്കിൽ കോൺടാക്ട് ചെയ്യുക. ഉറപ്പായിട്ടും നല്ല രീതിയിലുള്ള റിസൾട്ട് ജനറേറ്റ് ചെയ്യുക. ഇതുപോലെ എല്ലാവരും ഇവരൊക്കെ ആഗ്രഹിച്ചതിനെക്കാട്ട് നല്ലൊരു കോളേജ്, ഒരു വീട്ടിനടുത്തുള്ള കോളേജസ് കിട്ടി കുറച്ചധികം കുട്ടികൾ. ബാക്കി നിങ്ങൾക്ക് ജസ്റ്റ് അവിടെ തന്നെ പോസ്റ്റർ ഉണ്ട്, ഒരു QR ഉണ്ട്. ആ QR സ്കാൻ ചെയ്താൽ ബാക്കിയുള്ള കുട്ടികളുടെ റിസൾട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എഞ്ചിനീയറിംഗ് കോളേജിലെ പോളിടെക്നിക്കിലെയും അധ്യാപകരാണ് നമ്മുടെ സയൻസ് ടെക്കിൽ ക്ലാസ്സസ് എല്ലാം തന്നെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോളി കഴിഞ്ഞ് ബിടെക്കിന് പോയിട്ടുള്ള അധ്യാപകർ, എഞ്ചിനീയറിംഗ് ഒക്കെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകർ തന്നെയാണ് നിങ്ങൾക്ക് ക്ലാസ്സസ് എടുക്കുന്നത്. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ സയൻസ് ടെക്കിന്റെ ടീമിൽ ജോയിൻ ആകുക, നല്ല ഒരു റിസൾട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അതോടൊപ്പം തന്നെ ബിടെക്കിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സബ്ജക്റ്റും നമ്മുടെ സയൻസ് ടെക്കിൻ്റെ ബിടെക് ഓൺലൈൻ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, കോളേജിലെ ക്ലാസ് ഗ്രൂപ്പിലും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമ്മൾ അടുത്ത ദിവസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നുണ്ട്. ലെറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം നമ്മളിവിടെ ക്ലിയർ ചെയ്യുകയും ചെയ്യും. താങ്ക് യു.